ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് 20 ഏപ്രിൽ 2026. അപ്പോൾ ഇന്ന് പറയുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, പിന്നെ 5300 രോഗങ്ങൾ, ചിലവർക്ക് 4 ലിറ്റർ അരച്ച മരുന്നിൻ്റെ ആണ് വേണ്ടത്. ചിലർക്ക് 30 ലിറ്റർ കഷായം വേണം, ചിലർക്ക് 40 ലിറ്റർ കഷായം വേണം. ഇത് ഉദ്ധരിക്കുന്നത് കരൾ രോഗമാണ്. അത് മഞ്ഞപ്പിത്താവാം, ഹാർട്ട് ബ്ലോക്ക് ആവാം, ഷോക്ക് വരാം, ക്യാൻസർ വരാം. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, ഫോണിൽ കൂടെ വന്ന് ശല്യം ചെയ്യരുത്, നേരിട്ട് വരണം. നിങ്ങൾക്ക് എന്നെ കണ്ടാൽ മനസ്സ് പിടിക്കില്ല എന്ന് എനിക്ക് 100% ഉറപ്പാണ്. കാരണം നിങ്ങൾക്ക് കൊള്ളക്കാരെ നിങ്ങൾ ഇഷ്ടപ്പെടും. കള്ളന്മാരെയും കൊള്ളക്കാരെയും കേരളത്തിലെ മലയാളികൾ എന്ന് പറഞ്ഞാൽ 100% കളവ് പറയുകയും മറ്റുള്ളവരെ ചോര ഊറ്റി കുടിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അവരോടൊപ്പം നമ്മൾ എത്ര മര്യാദ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല, വെറുതെ തർക്കിക്കുക. 100% എന്ന് പറഞ്ഞാൽ ഒരു 96% ഇങ്ങനെ ഉണ്ടാവും. അല്ലാണ്ട് ഇതൊന്നും പറയാൻ പറ്റില്ല. തീരെ സത്യം പറയാത്ത ആളുകളുണ്ട് എന്നൊന്നുമല്ല ഞാൻ ഈ പറഞ്ഞത്. എൻ്റെ ഒരു ആമുഖമാണ്. കാരണം എൻ്റെ ഇതുവരത്തെ ജീവിതാനുഭവമാണ്. നമ്മൾ മുസ്ലിം പണ്ഡിതനാണ് എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നവരൊക്കെ നമ്മളെ ചോര ഊറ്റി കുടിക്കാനും നുണ പറയാനും അശീലപ്പെടുത്താനും നടക്കുന്നതാണ്. അതായിട്ട് അവർക്ക് ലാഭമുണ്ട്. അതാണ് ഞാൻ ഇതുവരെ കണ്ടു വന്നിട്ടുള്ള സത്യങ്ങളാണത്. അത് നിങ്ങൾ വിശ്വസിക്കാറുണ്ടൊന്നും കാര്യമില്ല. ഞാനൊരു കല്യാണ പരസ്യം ഇട്ടു, അതിൻ്റെ മുകളിലുള്ള കോലാഹലം. വേറെ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ഇന്നും പറയുന്നു, ഞാനിവിടെ മുഖ്യമന്ത്രി ആവണമെങ്കിൽ 4ാമത്തെ കൊല്ലത്തിൽ കിടക്കുമ്പോൾ നമ്മുടെ എല്ലാ മേഖലയിലും തൊഴിൽ സ്ഥാപനം വന്ന് 20 കോടി ആളുകൾക്ക്, മലയാളികൾക്ക്, ആകെ 4.25 കോടി ആളുകളെ കേരളത്തിലുള്ളൂ, 20 കോടി ആളുകൾക്ക് ജോലി സ്ഥാപനം കൊടുക്കും. ശരിക്കും ജോലി ചെയ്യേണ്ടിയായിരുന്നു, തമാശ കളിയൊന്നും പറ്റില്ല. അങ്ങനെ ഓരോ കാര്യങ്ങളും കൊണ്ടുവരും. അതുപോലെ 200 വയസ്സാവേണ്ട ആരും മരിക്കില്ല. അതൊക്കെ ഞാൻ കണക്കാക്കില്ല. 200 വയസ്സ് 160 വയസ്സാവേണ്ട ആരും മരിക്കില്ല. അതിനെപ്പറ്റി നിങ്ങളൊരു പേടിയും പേടിക്കണ്ട. ഇത്തരത്തിലൊക്കെ. അതുപോലെ ഓട്ടിസം ബാധിച്ച കുട്ടികൾ ഒരെണ്ണം ഉണ്ടാവില്ല. അവരൊക്കെ ഓടി നടന്ന് ജോലി ചെയ്യാൻ തരത്തില്ല. അതിനുള്ള ചിലവെന്നൊക്കെ നമ്മൾ ഓരോ സാധനങ്ങൾ കണ്ടെത്തും. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ മലയാളികൾ ഏതാണ്ട് 90%-ലധികം നുണ പറഞ്ഞിട്ടും കളവ് നടത്തിയിട്ടും ജീവിക്കുന്നവരായത് കാരണം നമ്മൾ എത്ര വണ്ണത്തിൽ സത്യം ആരോട് പറഞ്ഞിട്ടും കാര്യമില്ല. അത് വെറും കണ്ണാടിയിൽ നോക്കി പറയുന്ന പോലെ മാത്രമേ ആവുള്ളൂ. അവർ ഭയങ്കര ബുദ്ധിമാന്മാരാണ് എന്നൊക്കെയാണ് ഓരോരുത്തരും കണക്കൂട്ടുക. ആ കണക്കൂട്ടൽ എവിടെയാണെന്ന് ചോദിച്ചാൽ, സ്വന്തം അധ്വാനിച്ച മുതൽ നമ്മൾ നോക്കാം. ചിലവർ കള്ളുസാപ്പ് കൊണ്ടുപോയിട്ട് സന്തോഷപ്പെടുന്നവരുണ്ട്, കള്ളുസാപ്പ് കൊടുത്തിട്ട്. ചിലവർ ഇംഗ്ലീഷ് മരുന്ന് എന്നെ ചെക്ക് ചെയ്തു, അത് ആ മെഷീനിൽ ചെക്ക് ചെയ്തു, ഈ മെഷീനിൽ ചെക്ക് ചെയ്തു, അതുകൊണ്ട് ഇനി 90 കൊല്ലത്തേക്ക് ഒരു കേടും വരില്ല എന്ന് പറഞ്ഞിട്ട് ഒരു 50 ലക്ഷം റുപ്യ ചെക്കിങ് ഫീസ് കൊടുത്തിട്ട് വരുന്നവർ കുറേ ഉണ്ട്. പിരാന്ത് എന്ന് പറയുന്നതല്ലാണ്ട് വേറെ യാതൊരു മാർഗ്ഗമില്ല. അപ്പം മൈക്കിൾ ജാക്സൺ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഡാൻസർ ആഡ് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. എൻ്റെ ഒരു അനുഭവമാണ്. അയാൾ 60 ഡോക്ടർമാർക്ക് അയാളുടെ സ്വന്തം കാര്യം നോക്കാം, 60 ഡോക്ടർമാർക്ക് സ്വന്തം ശമ്പളം കൊടുത്ത് തീരി പോറ്റിയിരുന്ന ഒരാളാണ്. എന്നിട്ട് അദ്ദേഹത്തിന് 60 കൊല്ലം ജീവിക്കാൻ ഇവിടെ പറ്റിയില്ല. അതിൻ്റെ മുമ്പ് ഫലക്കപ്പാട് ഈ ഭാഗങ്ങൾ നോക്കിയാൽ നിങ്ങൾ ഇംഗ്ലീഷ് മരുന്നുകാരെ ആര് വിശ്വസിച്ചാലും, കോട്ടക്കലെ മരുന്നിനെ വിശ്വസിച്ചാലും നിങ്ങളുടെ സ്ഥിതിയാണ് ഞാൻ ഈ പറയുന്നത്. ജീവിക്കണമെങ്കിൽ ഇത് പറ്റില്ല. ജീവിക്കണമെങ്കിൽ അതിൻ്റെ ഭാഗത്ത് നടക്കണം. നമ്മുടെ പട്ടികൾക്കും നായ്ക്കൾക്കും മെഡിക്കൽ കോളേജ് എന്താ ഇല്ലാത്തത്? എന്താ അവർ ഇത്ര പെറ്റ് പെരുകിയിട്ട് ഒന്നായിട്ട് കൂടുന്നത്? ഇതൊന്ന് ചിന്തിച്ച് നോക്കണം നിങ്ങൾ. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് സ്വന്തം കുറ്റങ്ങളൊന്ന് പരിശോധിക്കുന്നത് എല്ലാവർക്കും നല്ലതാണ്. അതാണ് എനിക്കിന്ന് ലോകത്തോട് പറയാനുള്ളത്. നിങ്ങൾക്ക് മരുന്ന് ആവശ്യമുണ്ടെങ്കിൽ ഫോണിൽ കൂടെ വന്ന ശീലം പറയരുത്. ഫോണിൽ എന്തിനാ അറിയോ വാട്സപ്പ് എന്നുള്ളത്? എല്ലാവരും ചിന്തിച്ച് കൈകാര്യം ചെയ്യണം.